നമ്മുടെ ഈ സിസ്റ്റം മാനേജ് ചെയ്യാൻ ആദ്യം പഠിക്കണം. ഇത് മാനേജ് ചെയ്യാൻ പഠിക്കാതെ നിങ്ങൾ എന്ത് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടും കാര്യമില്ല. കാരണം ലൈഫിൽ സക്സസ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. ഇവിടെ ആരും ഹെൽത്ത് കെയർ സിസ്റ്റം എന്നൊക്കെ ഇവിടെ പുറത്ത് പറയുന്നുണ്ടെന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഹെൽത്ത് എന്ന് പറഞ്ഞ വിഷയം ആരും ഹാൻഡിൽ ചെയ്യുന്നില്ല. ഡിസീസ് കെയർ മാത്രമാണ് ഇവിടെ നടക്കുക. അതുപോലും മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ അതുപോലും മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഇവിടെ പ്രസൻറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ, ആദ്യം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരിക, പെർമനൻറ്റ് കസ്റ്റമർ ആക്കുക. ഇതാണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഡോക്ടറെ പോയി കാണുന്നു, എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു മരുന്ന് എഴുതി തരുന്നു. കുറവില്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മരുന്നോട് ആഡ് ചെയ്യുന്നു. അന്നേരം കുറച്ച് കഴിയുമ്പോഴത്തേന് ലിവറിന് പ്രശ്നം വരുന്നതിന് അതിനൊരു മരുന്നോട് ആഡ് ചെയ്യുന്നു. പ്രിസ്ക്രിപ്ഷൻ തരിക, പെർമനൻറ്റ് കസ്റ്റമർ ആക്കുക എന്നുള്ളതല്ലാതെ ഹെൽത്ത് കെയർ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഹെൽത്തിൽ വളരെ വിജിലൻ്റ് ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ മൊബൈൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം, മിക്സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാം, കാർ എങ്ങനെയാണ്, ബൈക്ക് ഇതൊക്കെ അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാമല്ല. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. സക്സസ് ആവാനുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെൽത്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നല്ല ശതമാനം, മോസ്റ്റ് ഓഫ് ദ ഡിസീസ് 80% ഡിസീസുകളും നമ്മുടെ ഹാബിറ്റ് കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. 80% പ്രോബ്ലംസും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും, കഴിക്കുന്ന സമയം, കഴിക്കുന്ന ക്വാണ്ടിറ്റി, കഴിക്കുന്ന ക്വാളിറ്റി എല്ലാം കൂടെ നമ്മളൊരു 80% പ്രശ്നവും, പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസുകളൊക്കെ ഫുഡ് കറക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുകൂടെ അറിവുണ്ടാക്കേണ്ടത് സക്സസ് ആവുന്നതിന് ജീവിതത്തിൽ ഞാൻ ഹയർ ലെവലിൽ പോയിരിക്കുന്ന പല ആൾക്കാരും അടുത്തിടപെട്ടിരിക്കുന്നവർ മുഴുവൻ ഒരു ഭയങ്കര വിജിലൻ്റാണ്. നിങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ചൊക്കെയാണെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു സാധനം ആവശ്യമില്ലാത്ത സാധനം ഉള്ളിലേക്ക് കഴിക്കരുത്, തൊടുകയല്ല. അപ്പം അത് അത്ര കൺട്രോളാണ്. ഇതുപോലെ നമ്മൾ സക്സസ് ആണ്. കാരണം മുമ്പോട്ടിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്ര വർഷം വരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പല ആൾക്കാരും 60 വയസ്സ് റിട്ടയർ ആയെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഒരു 10 വർഷം കൂടെ പ്രൊഡക്റ്റീവായിട്ട് വർഷം കൂട്ടാൻ പറ്റിയാൽ എന്തുമാത്രം പൈസ ഉണ്ടാവും എന്ന് ആലോചിച്ച്. പൈസ എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ ഉണ്ടാകണേ നമ്മുടെ ഒരു 10 ഇയേഴ്സ് കൂടെ നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് കൂട്ടാൻ പറ്റുമെങ്കിൽ എന്തുമാത്രം കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാം. അത് ഏറ്റവും പീക്ക് നമുക്ക് വെൽത്ത് ഉണ്ടാക്കേണ്ട പ്രായമാണ് പല ആൾക്കാർ ആശുപത്രി കയറി ഇറക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ. അപ്പം നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാറ്റേൺ അതേപടി ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. പലതും നമ്മൾ കൂടുതൽ പഠിച്ചു ചെല്ലുമ്പോഴത്തേന് വേറെ ആരോ എഴുതി വെച്ച പാറ്റേണിലനുസരിച്ച് നമ്മൾ ജീവിക്കുക. നമ്മൾ സ്വയം പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഒത്തിരി ആൾക്കാർ, സാധാരണ ആൾക്കാർ, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ തിരിച്ചൊരു ഹോപ്പാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഹോപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് റോഡിലും അവിടെ ഇവിടെ എല്ലാം കിടന്ന് ചീത്ത വിളിക്കുന്ന. ഹോപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ പുതിയൊരു ഹോപ്പ് നമ്മൾ വരുന്നതോടുകൂടി പല പ്രശ്നങ്ങൾ തന്നെ സെറ്റിലാകുന്നതാണ്. ഒരാൾക്ക് ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോപ്പാണ്, പ്രതീക്ഷ. ഓക്കെ, മുമ്പോട്ട് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, അതിനൊരു മാർഗ്ഗമുണ്ട്, ഐ ക്യാൻ ഹെൽപ്പ് യു, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യം.